നമസ്കാരം. അങ്ങനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് 11,000-ലധികം വോട്ടുകൾക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കുന്നു. അതിശക്തമായ ചതുഷ്കോണ മത്സരത്തിലാണ് ഈ നേട്ടം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുമാത്രവുമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒപ്പം PV അൻവറിനും ഒരുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം തിരുത്തി മൂന്നാമതും തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ മുന്നേറ്റത്തെ തടയുക എന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വലതു മുന്നണിയുടെ UDFന്റെ ലക്ഷ്യം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് ചേക്കേറേണ്ടതുണ്ട്. അതിന് വാതിൽ തുറക്കുക വലതുപക്ഷം തന്നെയായിരിക്കും, അല്ലെങ്കിൽ UDF തന്നെയായിരിക്കും. പക്ഷേ അവിടേക്ക് പ്രവേശിക്കാൻ തനിക്ക് കരുത്ത് ഉത്തരവാദിത്വം PV അൻവറിനുണ്ടായിരുന്നു. അവിടെയാണ് അൻവർ 20,000-ന് അടുത്ത് വോട്ട് നേടിയത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാരണം ഇത്രമേൽ വലിയ ഒരു തെരഞ്ഞെടുപ്പിൽ, നിർണായകമായ തെരഞ്ഞെടുപ്പിൽ, പ്രസ്റ്റീജ് പോരാട്ടത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ UDFന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഇടതുപക്ഷത്തോടാണ്, പ്രത്യേകിച്ച് CPIMനോടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ചാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഇടത് നേതാക്കൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആയിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. പക്ഷേ അപ്പോഴൊക്കെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് UDFന്റെ സിറ്റിംഗ് സീറ്റ് അല്ലേ എന്ന ചോദ്യം ഉയർത്താൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ആകട്ടെ UDFന് വിജയിക്കാനും സാധിച്ചില്ല. അവിടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഒന്നും ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഇതുവരെയുള്ള വാദം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഏറ്റത്. അപ്പോഴും അത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം, അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ, UPA സർക്കാർ ആയിരിക്കും അധികാരത്തിൽ വരിക. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കോൺഗ്രസ് MPമാരെ അല്ലെങ്കിൽ വലതുപക്ഷ നേതാക്കളെ പാർലമെന്റിലേക്ക് അയച്ചത് എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ന്യായീകരണം. എന്നാൽ നിലമ്പൂരിൽ തോറ്റതോടെ ആ ന്യായീകരണങ്ങൾ എല്ലാം പൊളിയുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തീർത്തു പറയാൻ ഇടതുപക്ഷത്തിന് സാധിക്കില്ല. പ്രത്യേകിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായാണ് LDFന് ഒരു സിറ്റിംഗ് സീറ്റ് ഇവിടെ നഷ്ടമായിട്ടുള്ളത് എന്നതാണ്. അവിടെയാണ് ഭരണവിരുദ്ധ വികാരം തന്നെ ആണോ ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നത് പൊതുചർച്ചയായി മാറുന്നത്. മാത്രവുമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് പലതവണ ആവർത്തിച്ച് പറഞ്ഞത് ഇത് ജനങ്ങൾ നൽകുന്ന വിധിയെഴുത്ത് ജനക്ഷേമത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, വികസന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുപക്ഷത്തിനാണ് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ തള്ളിക്കളയാൻ ഇനി CPIMനോ ഇടതുപക്ഷത്തിനോ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനം, പ്രത്യേകിച്ച് CPIMന്റെ സംഘടനാ സംവിധാനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തി. സംസ്ഥാനത്തെ മന്ത്രിമാർ എല്ലാവരും നിലമ്പൂരിൽ തമ്പടിച്ചിരുന്നു. എന്നിട്ടും നിലമ്പൂരിൽ വിജയക്കൊടി പാറിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. സംഘടനാ സംവിധാനങ്ങളെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തിയിട്ടും നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. അത് സംഘടനാ തലത്തിലെ വീഴ്ചയിലേക്കുള്ള ചോദ്യങ്ങൾ ആണ് ഉന്നയിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിലമ്പൂരിൽ മത്സരിപ്പിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട്. M സ്വരാജ് അവിടെ മത്സരിക്കുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഇടതുപക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ
ആ പാർട്ടി ചിഹ്നത്തിനപ്പുറത്ത് മറ്റൊരു ചിഹ്നത്തിനും വോട്ട് കുത്തില്ല എന്നുള്ളതാണ്. അവിടെയും CPIM നേരിടുന്നത് വലിയ ചോദ്യങ്ങൾ ആണ്. അതായത് പാർട്ടി ചിഹ്നത്തിൽ അടക്കം മത്സരിച്ചാലും നിലവിൽ കേരളത്തിൽ രക്ഷയില്ലാത്ത സാഹചര്യമാണോ സൃഷ്ടിക്കപ്പെടുന്നത് എന്നതാണ് ആ ചോദ്യം. അതോടൊപ്പം മറ്റൊരു ചോദ്യം ഉയരുന്നത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ്. ഇടതുപക്ഷത്ത് നിരവധിയായ യുവ നേതാക്കൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ യുവ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം തന്നെയായിരുന്നു M സ്വരാജിൻ്റേത്. കാരണം അദ്ദേഹം മികച്ച ഒരു വാഗ്മിയാണ്, സംഘടനാ തലത്തിലാണ് എങ്കിൽ സെക്രട്ടേറിയറ്റ് അംഗം ആണ്, ഒരു സൈബർ പോരാളിയാണ്. നിരവധി ആളുകളെ, അതായത് അണികളെയൊക്കെ ആവേശം കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ ആണ് M സ്വരാജ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വരാജിനെ പോലെയുള്ള ഒരാളെ കളത്തിൽ ഇറക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായിരുന്നു. അങ്ങനെ സ്വരാജിനെ തന്നെ കളത്തിലിറക്കുകയും ചെയ്തു. അവിടെ PV അൻവർ UDF നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ളത് അനുകൂലമാകും. അങ്ങനെ PV അൻവർ UDF കുറച്ചധികം വോട്ടുകൾ നേടും. ഒപ്പം കരുത്തനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ M സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം ഗുണം ചെയ്യും. അങ്ങനെ ചെറിയ മാർജിനിൽ എങ്കിലും നിലമ്പൂരിൽ നിന്ന് വിജയിക്കാം എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതി. പക്ഷേ ആ ചിന്താഗതിയും വേണ്ട പോലെ പ്രവർത്തിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു എന്നതുകൊണ്ടൊന്നും വിജയക്കൊടി പാറിക്കാൻ സാധിക്കില്ല എന്നാണ് നിലമ്പൂർ നൽകുന്ന പാഠം. മാത്രവുമല്ല, സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ക്ഷീണം ഉണ്ടാക്കുന്ന ഒന്ന് നമുക്കറിയാം. സ്വരാജ് തൃപ്പൂണിത്തറയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു. അവിടെ വർഷങ്ങളായി തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന K ബാബുവിനെ പരാജയപ്പെടുത്തിയാണ് സ്വരാജ് വിജയിച്ചത്. എന്നാൽ രണ്ടാം തവണ സ്വരാജിന് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചില്ല. ഇതിപ്പോൾ 5 വർഷത്തിനിടെയുണ്ടാകുന്ന രണ്ടാമത്തെ തോൽവിയാണ് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം. എടുത്തു പറയേണ്ടത്, സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ സ്വന്തം നാട് എന്ന ആനുകൂല്യം സ്വരാജിന് ലഭിക്കും എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് പോത്തുകൽ പോലെയുള്ള ഒരു പ്രദേശം. പോത്തുകല്ലിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതയുണ്ടായിരുന്ന VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ അടക്കമുള്ള ആവശ്യം. പക്ഷേ ആ ആവശ്യം തള്ളിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ പോത്തുകല്ലിൽ എങ്കിലും തങ്ങൾക്ക് ലീഡ് നേടാൻ സാധിക്കും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നു, CPIM പ്രതീക്ഷിച്ചിരുന്നു. അവിടെയും പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഉണ്ടായത്. പോത്തുകല്ലിൽ ഏതാണ്ട് 800 വോട്ടുകളുടെ ഭൂരിപക്ഷം ആണ് ആര്യാടൻ ഷൗക്കത്തിന് നേടാൻ സാധിച്ചത്. ഇതേ തട്ടകം തന്നെയാണ് സ്വരാജിൻ്റേതും എന്നതാണ് എടുത്തു പറയേണ്ടത്. സ്വരാജിൻ്റെ ബൂത്തിൽ പോലും സ്വരാജ് പിന്നിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാട്ടിൽ യുവാവായിട്ടുള്ള സ്വരാജിനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങൾക്കിടയിൽ പോലും വേണ്ടത്ര വോട്ടുകൾ സമാഹരിക്കാൻ സ്ഥാനാർത്ഥിക്ക് സാധിക്കാതെ പോയി എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ആണ് CPIMന് നേരെ ഉയരുന്നത്. ഇനി തോൽവിയുടെ കാരണം കണ്ടെത്തേണ്ടത് പാർട്ടി തന്നെയാണ്. അവിടെ ഒരു പക്ഷേ CPIMൻ്റെ അജണ്ടകളും പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോയോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന CPIM ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായി കൂട്ടുപിടിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങാ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മറ്റു മതവിഭാഗങ്ങൾ എല്ലാവരും തന്നെ ഇതര മതസ്ഥരുടെ ഒരു ധ്രുവീകരണം ഉണ്ടാകുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും CPIM പ്രതീക്ഷിച്ചിരുന്നു. അത്തരം അജണ്ടകളും വർക്ക് ചെയ്തില്ല എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കാൻ. ഒപ്പം ഏറ്റവും ഒടുവിൽ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ RSS സഖ്യ പരാമർശം അത് തിരിച്ചടിയായോ എന്ന് പാർട്ടിക്ക് പരിശോധിക്കേണ്ടതായി വരും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തിയിരുന്നു ഈ വിഷയത്തിൽ. അതിനുശേഷം നടന്ന യോഗങ്ങളിൽ ഉൾപ്പെടെ MV ഗോവിന്ദനെ താക്കീത് ചെയ്യുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകളും വളരെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവത്തോടു കൂടിയുള്ളതാണ് എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകുന്നത്, നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നത് CPIMന് നേരെ തന്നെയാണ്.